റിപ്പബ്ലിക് ദിന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് 2025 ജനുവരി 26 നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 1950 ജനുവരി 26 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് മാറിയത്. അതായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നേ ദിവസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജനുവരി 26 എന്നത് നമുക്ക് വെറുമൊരു ദിവസം മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പരമോന്നത റിപ്പബ്ലിക്കായി മാറ്റിയ അതുല്യമായ മുഹൂർത്തമാണ്. ഒട്ടനവധി മഹത് വ്യക്തികളുടെ ഒരുപാട് നാളത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും എന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഒരു വ്യക്തി മാത്രമല്ല, ആയിരങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും വേദനയുടെയും കണ്ണീരിൻ്റെയും ഫലമായി ലഭിച്ച സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. അവർ ബാക്കിവെച്ച ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാലചക്രം എത്ര തന്നെ കറങ്ങിയാലും നമ്മുടെ രക്തത്തിലലിഞ്ഞ ആ ആശയങ്ങളെ ഒരിക്കലും തകർക്കുവാൻ കഴിയില്ല. ഏവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.